ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിനാണ് ഞാൻ ഇങ്ങനെ മുഖത്തോട് മുഖം നിങ്ങളോട് സംസാരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ സെമിനാറിന് ശേഷം പിന്നെ ഓൺലൈൻ പ്രവാസികളുടെ 2 ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, അതോടെ പ്രവാസികളുടെ ക്ലാസ് കഴിഞ്ഞ് ഇനി പ്രവാസികൾക്ക് ക്ലാസ് ഇല്ല, ഇനി ഓൺലൈൻ പരിപാടിയും ഇല്ല, എല്ലാം കഴിഞ്ഞു. അപ്പം അതിൻ്റെയൊക്കെ ഞാൻ സെമിനാർ നടത്തിയതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചു. പലർക്കും ശരിക്കും ട്രേഡിങ്ങിനകത്തിൽ അച്ചടക്കം വരാൻ സെമിനാർ കൊണ്ട് ഇടയായി. ഓക്കെ, അതുപോലെ തന്നെ പ്രവാസികളിലായാലും ഒരു ട്രേഡിങ് അച്ചടക്കം പാലിക്കാൻ അവർക്കും കഴിയുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പോളുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏകദേശം 60-70% നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചില ദിവസങ്ങളിൽ 30% മാത്രം പ്രോഫിറ്റബിലിറ്റി ഉള്ള ദിവസങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എനിവേ എന്തായാലും ഈ എല്ലാ ദിവസവും ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നതിൻ്റെ ഫലമാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം വീക്കിലി റിപ്പോർട്ട് ഞാൻ ചോദിച്ചായിരുന്നു എല്ലാവരോടും. ഓക്കെ, ദൈവം സഹായിച്ച് 50%, ഏകദേശം 50%-അടുത്തൊരു ശകലം കുറവ് വരും, 48 പേര് വീക്കിലി അവരുടെ പോർട്ട്ഫോളിയോ പച്ച കത്തിക്കാൻ അവർക്ക് പറ്റി. ഓക്കെ, അതിൽ ഓൾമോസ്റ്റ് ആൾക്കാരും 4 ദിവസവും പച്ച കത്തിച്ചവരാണ്. ഓക്കെ, പലരും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. സന്തോഷം. അപ്പം നിങ്ങൾക്ക് ഈ ആത്മവിശ്വാസം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ കുറിച്ച പോലെ ഒരാഴ്ച പച്ച കത്തി എന്ന് പറഞ്ഞ് അമിത ആവേശങ്ങളൊന്നും വേണ്ട. കൃത്യമായ എൻട്രി കിട്ടുമ്പോൾ മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ എൻട്രി എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കണ്ടെന്ന് വിചാരിക്കണം. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായ എൻട്രി വന്നാൽ മാത്രം, ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വന്നാൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം. അത് മറ്റുള്ളവരോട് ഞാൻ പറയുന്നു. നിങ്ങൾ ലോസ് വരുത്തിയവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വാരി വലിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഇന്ന് ട്രേഡ് എടുത്തില്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. ട്രേഡ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. നമ്മുടെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും. അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ഈ പഠിപ്പിക്കുന്ന പോലെ തന്നെ കൃത്യമായ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും സെബി പറയുന്നത് 92% പേര് ലോസാണ്, 8% മാത്രമേ ആൾക്കാരേ ഉള്ളൂ പ്രോഫിറ്റബിലിറ്റിന്ന്. എന്തായാലും നമുക്കത് ഒന്ന് മാറ്റിക്കുറിക്കണം. ഒന്നുമില്ല, നമ്മൾ ചുരുക്കം പേരേ ഉള്ളൂ, ഒത്തിരി പേരൊന്നുമില്ല. നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. പക്ഷേ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതാണ് എനിക്ക് തരുന്ന ഏറ്റവും വലിയ ബഹുമാനം. അപ്പം അച്ചടക്കത്തോടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മാസം ഈ ഒരാഴ്ച കിട്ടിയ ആത്മവിശ്വാസം അത് ഈ ഒരു മാസം മുഴുവൻ നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. അഥവാ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇറങ്ങാൻ പഠിക്കുക. അല്ലാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ അനുവദിക്കരുത്. കൃത്യമായ ലാഭവും നഷ്ടവും നമ്മൾ എവിടെയാണോ അത് തീരുമാനിച്ചിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാവൂ. ഇതൊക്കെ ഞാൻ പറയുന്നത് എപ്പോഴും റിപ്പീറ്റഡ് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഷ്ടസാധ്യതകൾ വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ട്രാപ്പിൽ പെടാനുള്ള സാധ്യത അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചും കൃത്യമായ നഷ്ടത്തിൻ്റെ തീവ്രതയെ നമ്മൾ കുറച്ചും വേണം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. എനിക്കറിയാം നിങ്ങൾക്കിത് ആവർത്തന വിരസതയാകുന്നുണ്ടെങ്കിലും ഇങ്ങനെങ്കിലും പറഞ്ഞ് 10 പ്രാവശ്യം പറയുമ്പോഴെങ്കിലും നാണം കെട്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. കാരണം അപ്പം നിങ്ങൾ വിചാരിക്കുമല്ലോ, എന്നും വന്ന് കിടന്നിങ്ങനെ വായിട്ട് അലയ്ക്കുമല്ലോ, അപ്പോൾ ഇന്ന് അതിനുവേണ്ടിയെങ്കിലും ചെയ്തേക്കാമെന്ന് അങ്ങനെയെങ്കിലും വിചാരിച്ച് നിങ്ങൾ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് വിചാരിച്ചാണ് എപ്പോഴും വീണ്ടും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിലേക്ക് കടന്നു വരാം, ചാർട്ടിലോട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചത്? വെള്ളിയാഴ്ച നമുക്ക് കൃത്യമായി, അതായത്
നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും പറഞ്ഞ അതേ സിമിലർ സിറ്റുവേഷൻ നമുക്കിവിടെ കിട്ടി. ഈ സിമിലർ സിറ്റുവേഷൻ നിങ്ങൾ കുറച്ച് പേരൊക്കെ ഉപയോഗിച്ചു. കുറച്ച് പേര് കൺഫർമേഷൻ ഇല്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. ഓക്കെ, നോ പ്രോബ്ലം. കിട്ടാത്തവർക്ക് അത് ഒരു ആ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലാത്തവർ റിസ്ക് എടുത്തവരും നേരത്തെ ക്ലാസ്സിൽ കണ്ട് പഠിച്ചവരും ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുമുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ സിമിലർ സിറ്റുവേഷനാണ്. ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സിമിലർ സിറ്റുവേഷനുണ്ട്. ഇവിടെ ഒരു സിമിലർ സിറ്റുവേഷനുണ്ട്. പിന്നെ എവിടെയാണ്? ഇവിടെ ഒരു സിമിലർ സിറ്റുവേഷനുണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സിമിലർ സിറ്റുവേഷൻ എവിടെയാണ്? പല പ്രാവശ്യം നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇല്ല, അത് വേണ്ട പോട്ടെ. അല്ലാതെ നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഒരു റെഡ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം താഴോട്ട് പോയി ഒരു ഡോജ് വന്നു, റിജക്ഷൻ വന്നു, ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷണൽ ക്യാൻഡിൽ വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇല്ലെങ്കിൽ വേറെ നമ്മൾ കറക്റ്റ് പല പ്രാവശ്യം നമ്മൾ ആ എൻട്രി, അതുപോലത്തെ എൻട്രികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഇവിടെ റിജക്ഷൻ, ആ കറക്റ്റ് ഒരു എൻട്രി നോക്കട്ടെ ഞാൻ. ഇവിടെ കറക്റ്റ് വന്ന് സപ്പോർട്ട് എടുത്തു. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് റിജക്ഷൻ വന്നു, ക്യാൻഡിൽ മേലോട്ട് പോയി, സ്റ്റോപ്പ് ലോസ് അടിക്കാതെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. പിന്നെയോ ഇവിടെ വേണ്ട, അതില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ കറക്റ്റ് മാർക്കറ്റ് താഴോട്ട് വന്നു, സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഇവിടെ നോക്കുക, ഈ എൻട്രി നോക്കിക്കേ, ഈ എൻട്രി നോക്കിക്കേ, കറക്റ്റ് വന്നു, റിജക്ഷൻ വന്നു, ഒരു ലോങ് വിക്ക് ഗ്രീൻ വന്നതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സിനാരിയോ, ഇതുപോലുള്ള സിനാരിയോകൾ നമുക്ക് ധാരാളം സിനാരിയോകളുണ്ട്. അപ്പോൾ അതിൽ റീസെൻ്റ്ലി നമ്മൾ 2 ദിവസം അടുപ്പിച്ച് നമ്മൾ നമ്മുടെ ചാർട്ടിനകത്തിൽ 2 ദിവസം നമ്മൾ അങ്ങനെ ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അതാണ് ഈ ഒരു സിനാരിയോയും ഈ ഒരു സിനാരിയോ, പിന്നെ ഈ ഒരു സിനാരിയോ. ഓക്കെ, അപ്പം അതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഇവിടുന്ന് ക്യാപ്ചർ ചെയ്തവർക്ക് ഓക്കെ, അവിടുന്ന് പോയിന്റ് കിട്ടി. അതിന് ശേഷം വന്ന് നമുക്ക് അടുത്തൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഈ ട്രെൻഡ് ലൈൻ ഓൾറെഡി ഞാൻ വരച്ചിട്ടിരുന്നു. ഈ ട്രെൻഡ് ലൈനിൽ വന്ന് കറക്റ്റ് വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ്, ഇത് പെർഫെക്റ്റ് എൻട്രിയാണ്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട് സസ്റ്റെയിൻ ചെയ്ത് നമുക്കൊരു ക്ലോസിങ് കിട്ടി. അതിന് ശേഷം മാർക്കറ്റ് 3-4 ക്യാൻഡിൽ ഏകദേശം ഇവിടുന്ന് ഒരു 50 പോയിൻറ്റോളം 50 പോയിൻറ്റ് മേളിൽ മാർക്കറ്റ് മുകളിലോട്ട്. ഇവിടെ എത്രയുണ്ട്? ഇവിടെ 500, 509, ഇവിടെ 582, ഒരു 60-70 പോയിൻറ്റോളം നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ കിട്ടി. ഒറ്റ എൻട്രി, കറക്റ്റായിട്ട് പെർഫെക്റ്റ് എൻട്രി. ഒറ്റ എൻട്രി കിട്ടിയാൽ മതി നിങ്ങൾക്ക് ബിഗിനേഴ്സിന്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇന്ന് ധാരാളം പേർക്ക് പ്രോഫിറ്റ് കിട്ടി. അവരെനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു. അപ്പം ഇങ്ങനെ നമ്മളൊരു പെർഫെക്റ്റ് എൻട്രി കണ്ടു. പിന്നെ വീണ്ടും നമുക്കൊരു എൻട്രി ഇവിടെ കിട്ടി. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നു, വീണ്ടും ഒരു എൻട്രി കിട്ടി, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുക. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എൻട്രി നോക്കുക. ഓക്കെ, എൻട്രിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ പറഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ചാർട്ടുകളെല്ലാം ഒന്ന് കറഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അഴിച്ചു പണിയാം. ചാർട്ടുകളെ നമുക്കൊന്ന് നമുക്കൊന്ന് അഴിച്ചു പണിയാം. അപ്പം ഇതിനെല്ലാം നമുക്ക് ഈ ക്യാൻഡിലുകളെല്ലാം ഇതെല്ലാം നമുക്ക് ഈ ഡ്രോയിങ്സ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. എല്ലാത്തിനും റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഡേ ക്യാൻഡിലോട്ട് വരാം. ഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മളുടെ പഴയ ഇപ്പം മാർക്കറ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡാണ്, ഇല്ലേ? ഒരു ഡൗൺ ട്രെൻഡിലോട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇതിന് ഒരു ശമനം എപ്പോൾ കിട്ടും എന്നുള്ളത് വേണം നമുക്ക് നോക്കാൻ. അപ്പോൾ നമുക്ക് ഇപ്പം ഡേ ചാർട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ഇങ്ങോട്ടൊരു ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് നോക്കാം. നിങ്ങൾ നോക്കി, ഞാനെങ്ങനെ വരയ്ക്കുന്നു നോക്കി, ലൈവ് മാർക്കറ്റിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇന്നലെ എൻ്റെ ക്ലാസ്സിൽ പലരും ചോദിച്ചു, സാർ ഇത് നേരത്തെ ഫിബൊനാച്ചി വെച്ച് വല്ലതുമാണോ വരയ്ക്കുന്നത്? ഞാൻ പറഞ്ഞു അല്ല, ഫിബൊനാച്ചി നമുക്ക് അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ഉപയോഗിക്കാറില്ല. ഓൺലി പ്രൈസ് ആക്ഷൻ പ്ലസ് എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇതാ നോക്കിക്കേ, ക്ലിയർ ആയിട്ട് നമ്മൾ ഇത്രയും വരച്ചു. ഇത് നോക്കിക്കേ, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പറ്റി
എന്തോ പറ്റി? ഇത് സാധനം പോകുന്നില്ലല്ലോ. ഇത് കറക്റ്റ് ഒരു ട്രെൻഡ് ലൈനാണ്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ, ഞാൻ വരയ്ക്കുന്നത് എങ്ങനെ. ഇത് കോപ്പി ചെയ്യുക. ഞാൻ എങ്ങനെ കോപ്പി ചെയ്താൽ വരയ്ക്കുന്നത്. ചിലർ കോപ്പി ചെയ്യാതെ വരയ്ക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഐഡിയകളാണ്. നമുക്ക് ഈ സാധനം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഇതാ ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഒരു സംഭവം. ഇത് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഈ ഡൗൺ ട്രെൻഡ് മാറി ഒരു അപ് ട്രെൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ പൊട്ടണം. ഈ ട്രെൻഡ് ലൈൻ പൊട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത് ഏകദേശം ഈ റേഞ്ചാണ്. 23,000 മുകളിൽ മാർക്കറ്റ് പോയെങ്കിൽ മാത്രമേ ഒരു ബുള്ളിഷ് മൊമെൻറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതാണിപ്പോൾ നമ്മൾ ഡേ ചാർട്ടിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു സിനാരിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. അപ്പം ഇതിനകത്ത് വീണ്ടും ഇതിനകത്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ കൂടെ വരയ്ക്കാം. ഇതിനകത്തൊരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. നോക്കുവാണ് ഞാൻ നേരത്തെ നോക്കിയിട്ടൊന്നുമില്ല. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇത് കറക്റ്റ് ചെയ്ത് നോക്കാം. ഇത് വേണ്ട, ഈ ലൈൻ വേണ്ട, ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇവിടം വരെ കിട്ടും. വേണ്ട, നമുക്ക് ഇത്രയും മതി. 1, 2, 3, 4 പോയിന്റിൽ അപ്പോൾ ഈ ട്രെൻഡിനകത്തൊരു ട്രെൻഡ്. ഓക്കെ, നമ്മൾ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ കിടന്നോട്ടെ. ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് നമ്മളങ്ങനെ വരച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ വരയ്ക്കാനോട് പഠിപ്പിക്കുക. എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രെൻഡ് കണ്ടുപിടിക്കുന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടെ സഹിതമാണ് നിങ്ങളെ ഞാനിത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ട്രെൻഡിനകത്തൊരു ട്രെൻഡുമായി. ഓക്കെ, ഇനി നമുക്ക് ഒരു ഈ ആഴ്ചത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ വീക്കിലെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു മേജർ റേഞ്ച്. ഈ സംഭവം. ഓക്കെ, 23,811 അവിടം വരെയൊക്കെ മാർക്കറ്റ് പോയെങ്കിൽ അത്യാവശ്യം അതാണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആണത്. 23,811. അപ്പം ഇപ്പം നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് 22,500 നിൽക്കുന്നത്. അപ്പോൾ ഒരു 1,200 പോയിന്റിലൂടെ മേലോട്ട് പോയെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഇവിടെ ഒരു മേജർ ഒരു സപ്പോർട്ടോട്ട് നമുക്ക് നോക്കാം. ഒരു മേജർ സപ്പോർട്ടെന്ന് പറയാൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇവിടെ നമുക്ക് ഒരു വര വരയ്ക്കാനുള്ള സംഭവം ഒരു വകുപ്പുണ്ട്. ഈ കാണുന്നത് ഇത് കണ്ടോ, ഇതൊരു മേജർ സംഭവമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് എന്നൊരു കൺഫർമേഷൻ നമുക്കൊരു അത്യാവശ്യം ഒരു പ്രതീക്ഷയ്ക്ക് വക വരണമെന്നുണ്ടെങ്കിൽ 22,740. ഓക്കെ, ഇത് കണ്ടോ, 22,740. ഇത് പച്ചയാക്കിയേക്കാം അല്ലേ. ഓക്കെ, ഞാൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. വരയ്ക്കുന്നത് കൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 22,740. ഓക്കെ, ഇത് ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണെന്ന് പറയാം. അപ്പോൾ തന്നെ ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്യണം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലോട്ട് കയറി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇതിന് മുകളിൽ ഈ 22,740 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലും ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലോട്ട് പ്രവേശിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ തെറ്റായിപ്പോയാൽ നിങ്ങൾ എന്നെ പൊങ്കാല ഇടല്ലേ. ഇനി താഴോട്ടുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സപ്പോർട്ട് ഇതാണ്. ഈ പറയുന്ന സംഭവമാണ് താഴോട്ടുള്ള സപ്പോർട്ട്. ഓക്കെ, എത്രയാണ്? 21,944. ഓക്കെ, 21,950 കൂട്ടിക്കോ.
21,950 താഴോട്ടുള്ളൊരു സപ്പോർട്ട്. അതിന് കളറൊന്ന് മാറ്റിയേക്കാം. അപ്പം ഈ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന് 21,944. ഓക്കെ. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 22,740. ഈ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 22,740 മുകളിൽ ഒരു നല്ല രീതിയിലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രതീക്ഷ ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ ഏകദേശം വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 23,200 റേഞ്ചൊക്കെ വരും. 23,200 റേഞ്ചിലൊക്കെ നമുക്കിത് ഈ ട്രെൻഡ് ബ്രേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,811, 23,800 കൂട്ടിക്കോ, 23,800 ആയിരിക്കും. ഇതാണ് നമുക്ക് ഈ ആഴ്ചത്തെ ഒരു നിലവാരം. ഈ ആഴ്ച നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി തിങ്കളാഴ്ച മാർക്കറ്റ് ഇൻട്രാഡേയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതോടെ നമുക്ക് നോക്കാം. അതിന് നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് മാറാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഫസ്റ്റ് നമുക്ക് 2 പോയിൻ്റ് നമുക്ക് നോക്കാം. 2 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,607. ഓക്കെ. ഇതാണ് ഫസ്റ്റ് നമ്മുടെ റേഞ്ച് പോയിൻ്റ്. ഇതാണ്. അത് നമുക്ക് ഒരു ബ്ലൂ ലൈൻ ആക്കാം, റേഞ്ച് പോയിൻ്റ്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ 22,536. എത്ര ക്ലോസ് ചെയ്തേക്കുന്നത്? 22,552 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ക്ലോസിങ് കിട്ടിയേക്കുന്നത് 22,552. പക്ഷെ അപ്പം നമുക്ക് താഴെ ഒരു റേഞ്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ റേഞ്ച്. ഈ റേഞ്ച്, ഈ റേഞ്ച്. ഓക്കെ. ഇത് രണ്ടുമാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ. നമ്മുടെ റേഞ്ച് ലൈൻ ഇതാണ്. ഇതിനകത്ത് ഇനി മാർക്കറ്റ് നമുക്ക് എങ്ങോട്ട് പോകും എന്ന് നോക്കാം. താഴെ ഓൾറെഡി മോളി ലൈനുണ്ട്. 22,740, 607, 740, 100, 150 പോയിൻ്റ് ഇതിൻ്റെ ഒരു സംഭവമാണ്. ഗ്യാപ്പ് അപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടം വരെയും പോകും. നമുക്ക് നോക്കാം. ഓക്കെ. ഗ്രീൻ അതൊക്കെ നോക്കാം, ആ ഒരു പോയിൻ്റ്. ഓക്കെ. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വന്നാൽ നമുക്ക് ഈ ഒരു പോയിൻ്റ് നമുക്ക് നോക്കാം. ഈ ഏരിയയിൽ ഇതായിരിക്കും നമ്മുടെ താഴോട്ടുള്ള റേഞ്ച്. അതുകൊണ്ട് ഈ പോയിൻറ്റും കൂട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഈ റേഞ്ചാണ്. അപ്പുറോ ഇല്ല ഇപ്പുറോ ഇല്ലാത്ത രീതിയിൽ. ഓക്കെ. 22,459, 60 ആക്കിയേക്കാം. 60, 22,460 ഫസ്റ്റ് ലൈന്. നമുക്ക് എൻ്റെ ആ കളറൊന്ന് മാറ്റിയേക്കാം. 22,460. ഓക്കെ. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോയിൻ്റ് ഇതാണ്, ഈ സംഭവം. ഓക്കെ. 22,393. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അടുത്ത പോയിൻ്റ് ഇതാണ്, ഇത്. എന്തുകൊണ്ടാണ് ഞാൻ വരച്ചത്? ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ പല പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 22,293. പിന്നെ അടുത്തത് നമുക്ക് താഴോട്ടുള്ളത് ഈ ലൈനാണ്. ഇവിടെ ഇതില്ല, ഈ ഒരു ലൈൻ 22,216. അത്രയും മതി തൽക്കാലം താഴോട്ട്. ഓക്കെ. മുകളിലോട്ട് നമുക്ക് വരയ്ക്കാനുള്ള റേഞ്ച് പഴയത് നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് 2 ഹവറിലോട്ട് മാറ്റി നോക്കാം. ഇവിടെ നമുക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് നോക്കാം. സപ്പോർട്ട് കിട്ടുന്നത് പിന്നുള്ളത് 22. ഇത് കറക്റ്റാണ്. ഈ സംഭവം. എന്തുകൊണ്ടാണ് ഞാനിത് എടുത്തത്? 22,985. എന്തുകൊണ്ടാണ് ഞാനിത് എടുത്തത്? നോക്കിക്കേ, 1, 2, 3, 4, 5, ഇവിടെ 6, 7 പല പ്രാവശ്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഈ ഏരിയയിൽ. അതുകൊണ്ടാണ് ഞാനതിനെ അങ്ങനെ വരച്ചത്. ഓക്കെ. 22,985 തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. 740, 600, 300, 900. ഒരെണ്ണം കൂടെ വരയ്ക്കാം. നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഇത് എന്തുകൊണ്ടാണ് വരച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് നോക്കണം. 1 ഹവറിലോട്ട് മാറ്റി നോക്കാം.
1 അവറിലോട്ട് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 23,400 കറക്റ്റാണ്. 23,400 ഇതാ 23,400 ഇതാ നോക്കിക്കേ. ഇവിടെ 1, 2, 3, 4, 5 പല പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 23,400 എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടിപ്പോയി ഇല്ലേ? നമുക്കപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരയ്ക്കണം. ഇടയ്ക്ക് അത് കറക്റ്റ് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരച്ചത്. അതാ ഇത് ഒരു സംഭവം 1, 2 പല പ്രാവശ്യം ഇവിടെയൊക്കെ ഏരിയ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് 23,230 അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കണം. ഇത് ഈ സാധനം ഇതൊന്ന് കറക്റ്റാണ്. ഇത് അത് ഒത്തി അടുത്ത് പോയില്ലേ? അത് വേണ്ട. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് വരയ്ക്കാനുള്ളത് ഇതായിരിക്കും. ഈ ഒരു റേഞ്ച് 229 130 ആക്കുക. ഇത്രയും റേഞ്ച്. അപ്പോൾ തൽക്കാലം ഇത്രയും മതി. ഇത് 740 200 985 ഇതിനിടയ്ക്ക് നമുക്ക് കാരണം ഇഷ്ടം പോലെ റെസിസ്റ്റൻസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം വരയ്ക്കാം. അതാണ്ട് ഇത് 916 985 ഇതുകൊണ്ട് ഇതും ഒരു റെസിസ്റ്റൻസാണ്. ഇതൊക്കെ കണ്ടമാന റെസിസ്റ്റൻസ് ഉണ്ട് നമുക്ക് ഇതിനെ ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത് നോക്കിക്കേ, ഇതൊരു റെസിസ്റ്റൻസാണ്. ഇതൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസാണ്. അപ്പോൾ ഇത്രയും സംഭവം ഉണ്ട്. ഇതവിടെ കിടന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി റീസെറ്റ് ചെയ്ത് നോക്കാം. 5 മിനിറ്റിലോട്ട് മാറ്റി നോക്കാം. കണ്ടല്ലോ, കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ വളരെ ക്ലിയറായി. ഇതൊന്ന് ഓക്കെ. ഇത്ര മുകളിലോട്ട് വരച്ച വിട്ടേക്കാം. അടുത്ത ഒരാഴ്ചത്തേക്കുള്ളതല്ലേ. ഇനി താഴോട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വളരെ സ്ലോയിൽ സംസാരിക്കുന്നത് വരയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നേരത്തെ വരച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്കിങ്ങ് പറഞ്ഞു പോകാം. പക്ഷെ നിങ്ങളുടെ പഠിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, നിങ്ങളൂടെ പഠിക്കാൻ വേണ്ടിയാണ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നിങ്ങളോടൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വളരെ സ്ലോയിൽ സംസാരിച്ച് പോകുന്നത്. നിങ്ങൾക്ക് അരോചകം തോന്നും, എനിക്കറിയാം. പക്ഷെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ പിന്നെ ഞാൻ നേരത്തെ ഇതെല്ലാം വരച്ച് വെച്ചിട്ട് നിങ്ങളോട് കാണിച്ചു തന്നാൽ ഇങ്ങനെയൊക്കെ കാണാം. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അത്ര മാത്രമേ ഉള്ളൂ. 22,216 ഓക്കെ. 500 216 വരെ ഇവിടെ നിൽക്കട്ടെ. താഴോട്ടുള്ളത് ഞാൻ വരച്ചിട്ട് ഇനി 21,944 ഇതിനിടയ്ക്ക് വരയ്ക്കണം. ഇതിനിടയ്ക്ക് നമുക്ക് നാളെ വരയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പിന്നെ വരച്ചിട്ടേക്കാം അവിടെ. ഓക്കെ, വെറുതെ നമ്മൾ സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സംഭവം. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നമുക്ക് എടുക്കാം. നാളെ രാവിലെ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക, കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.